ഹലോ എവ്രി വൺ, വെൽക്കം ടു സോഷ്യൽ സ്റ്റോറി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് A to Z കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. കേരള PSC അല്ലെങ്കിൽ SSC UPSC ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോട്ടെ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അതുമല്ല കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ഒരറിവുണ്ടാക്കണം, ഐഡിയ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ വളരെ വ്യക്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാനൽ അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ സീരീസ് വളരെ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു സീരീസ് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഓരോ വീഡിയോയുടെയും താഴെ നിങ്ങളുടെ അറ്റൻഡൻസ് കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് നോക്കാം എത്ര പേര് ഈ ഒരു സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ, നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതിനകത്ത് കുറച്ച് ആക്ടുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാനുണ്ട്. ഓരോ ആക്ടുകളും എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കാലഘട്ടം എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു കാലഘട്ടം എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ചിലർക്കെങ്കിലും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ആക്ടുകൾ മറ്റൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്താണ്? ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണെന്നും അത് 1946 ഡിസംബർ 6 രൂപീകരിച്ചതാണെന്നും ഡിസംബർ 9 അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു, പിന്നീട് 2 വർഷവും 11 മാസവും ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയെടുത്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചിലർക്ക് അറിയായിരിക്കും എന്താണ് ഇതിന്റെ ഒരു സംഗതി എന്ന്. പക്ഷെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, പിന്നെ നമ്മൾ എന്തിനാണ് ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ആക്ടുകളൊക്കെ പഠിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: ബേസിക് ഓർ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. അല്ലെ? ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമസംഹിതയാണ് നമ്മൾ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഭരണഘടനയിൽ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് പറയണം. അത് പാർലമെന്റേറിയൻ ആണോ, അത് പ്രസിഡൻഷ്യൽ ആണോ, അതിന്റെ ഓർഗൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വേണ്ടത്, അതിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിവൈഡ് ആയിട്ട് കിടന്നിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ആയിട്ട് കിടന്നിരുന്ന ഇന്ത്യയെ ഒരു ഏകീകൃത ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ആധുനിക ഏകീകൃത ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആക്ടുകൾ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ ഒരു ആക്ടുകൾ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. അല്ലെ? പലപ്പോഴും ഈ ഒരു ആക്ടുകളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുണ്ട്. 1935 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കോപ്പിയടിയാണ് എന്നുള്ള വിമർശനം വരെ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, അതിന് അംബേദ്കർ പറഞ്ഞിട്ടുള്ള മറുപടി എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം വന്നിട്ടുള്ളത് എന്നൊക്കെ പഠിക്കും. എന്ത് തന്നെയായാലും ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് കാലാനുസൃതമായിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരുപാട് ആക്ടുകളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ ഡിഫൈൻ ചെയ്യുന്നതിൽ, അത് രൂപീകരിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പലപ്പോഴും പല ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ, ഈ ആക്ടുകൾ പഠിക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ഈ ആക്ടുകളും അതിന്റെ പ്രൊവിഷൻസും പഠിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അതിനുള്ള ഒരു റോഡ് മാപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ആക്ടുകൾ പഠിച്ചെടുക്കേണ്ടത്, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് പഠിച്ച് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഈ ഒരു ആക്ടുകൾ വരുന്നത് 1773
1773 റെഗുലേറ്റിംഗ് ആക്ട് തുടങ്ങി 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനെ പഠിക്കാനുള്ള എളുപ്പത്തിൽ മാത്രമല്ല, സത്യത്തിൽ ഇങ്ങനൊരു ഡിവിഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഭാഗങ്ങളായിട്ട് ആദ്യം തിരിക്കാം. ഇതിനിടയ്ക്ക് ഒരുപാട് ആക്ടുകൾ വരുന്നുണ്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട്, അതിനുശേഷം വരുന്ന ചാർട്ടർ ആക്ടുകൾ, അതിനുശേഷം വരുന്ന കൗൺസിൽ ആക്ടുകൾ, അതിനുശേഷം വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ മൊത്തത്തിലും നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിനും അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഞാൻ പറയാം. അതിനു വേണ്ടിയിട്ട് രണ്ടായിട്ട് ആദ്യം തരംതിരിക്കുന്നു. 1773 മുതൽ 1858 വരെയുള്ള ഒരു പീരീഡിനെ കമ്പനി റൂൾ എന്ന ഭാഗത്തും, 1858 മുതൽ 1947 വരെയുള്ള ഒരു പീരീഡിനെ ക്രൗൺ റൂൾ എന്നും പറയുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? 1600-കളിലൊക്കെ ഉണ്ടായിട്ടുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ കച്ചവടത്തിനായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. അതിനുശേഷം പതുക്കെ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നു, ഭരണ സംവിധാനത്തിലേക്ക് കടക്കുന്നു. അതൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തോന്നുകയാണ് ഇങ്ങനെ ഒരു കൂട്ടം വ്യാപാരികളെ, പ്രൈവറ്റ് കമ്പനിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്, അവരെ ഇങ്ങനെ തോന്നിയതിന് വിട്ടാൽ പറ്റില്ല, അവരുടെ മേലൊരു നിയന്ത്രണം വേണം എന്ന് തോന്നുന്നിടത്താണ് ഈ ഒരു ആക്ടുകൾ തുടക്കം. 1773 റെഗുലേറ്റിംഗ് ആക്ട്. അത് തുടങ്ങിയിട്ട് നമുക്ക് ലാസ്റ്റ് 1947 ഇൻഡിപെൻഡൻസ് തരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കുന്ന ആ ഒരു ആക്ട് വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഡിവിഷൻ ഉണ്ടായെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം 1857 എന്തുണ്ടായിട്ടുണ്ട്, ബ്രിട്ടീഷുകാര് ശിപ്പായി മ്യൂട്ടണി, ശിപ്പായി ലഹള എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട്, സംഭവം അല്ലെ. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്, ആ ഒരു ഭാഗത്ത് പറയും. നിങ്ങൾക്ക് അറിയാം, കുറെ പേർക്ക് അറിയാം എന്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ നിന്ന്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്രൗണ്, രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനം ഇന്ത്യൻ പ്രദേശങ്ങളുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ നമ്മൾ ക്രൗൺ റൂൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പീരീഡിനെ കമ്പനി റൂൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തുന്ന റൂൾ. അതുവരെ ഓക്കെ ആണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. 1773 ആക്ടിനെ നമ്മൾ എന്ത് വിളിച്ചു, റെഗുലേറ്റിംഗ് ആക്ട്. എന്താണ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു വികാരത്തിൽ നിന്നാണ് 1773 ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ടാവുന്നത്. ഇതിനൊരു ഇത്തിരി ചരിത്രം കൂടെ പറഞ്ഞു വെച്ചാൽ നമുക്കിത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. റോബർട്ട് ക്ലൈവിന്റെ പ്ലാസി യുദ്ധവും അതൊക്കെ കഴിഞ്ഞു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം കാര്യമായിട്ട് നടക്കുന്നു, ബംഗാൾ പ്രദേശത്ത് നടക്കുന്നു, അതൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം വരുന്ന വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ബംഗാളിലെ ഗവർണർ. അദ്ദേഹത്തിന്റെ ഭരണം വളരെ മോശമായിരുന്നു. ഈ ഒരു ബ്രിട്ടീഷ് ഗവർണേഴ്സിൽ ഏക ട്രയൽ നേരിട്ട അല്ലെങ്കിൽ അഴിമതി ആരോപണം നേരിട്ട, അതിനു വേണ്ടി ട്രയൽ നേരിട്ട ഏക ഒരാളാണ് വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ വലിയ അഴിമതിയൊക്കെ നടക്കുകയാണ്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്പത്തും കൊണ്ട് അവർ ബ്രിട്ടനിൽ പോവുകയും ഇവിടെ അത് പ്രദർശിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് സമൂഹം അവരെ വിളിച്ചുകൊണ്ടിരുന്നത്, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് നവാബ്സ് എന്നാണ്. കാരണം അവർ ഒരുപാട് വെൽത്ത് അക്യൂർ ചെയ്തിട്ട് അവിടെ പോയിട്ട് അവിടെ ഷോ ഓഫ് ചെയ്യുക, അത് പ്രദർശിപ്പിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബ്രിട്ടീഷ് പൗരന്മാർക്കിടയിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലും ഇവരെ ഇങ്ങനെ ഒരു സ്വതന്ത്ര വ്യാപാരികൾ, ഒരു കൂട്ടം വ്യാപാരികൾ വെറുതെ അങ്ങ് ഇന്ത്യൻ മണ്ണിലേക്ക് അഴിച്ചുവിട്ടാൽ പറ്റില്ല, അവരുടെ മേൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് റെഗുലേഷൻ ആക്ട് വരുന്നത് 1773. അതിനുശേഷം വരുന്ന അടുത്ത ആക്ട്, ആ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. ഇതിനിടയ്ക്ക് ഒരു അമെന്റ്മെന്റ് ആക്ടും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ഇട്ട് പോകുന്നില്ല, കാരണം ഒരുപാട് ഇൻഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഓൾറെഡി ബുദ്ധിമുട്ടുള്ള ഈ ഭാഗം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 1773 റെഗുലേഷൻ ആക്ടിന് ശേഷം 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതിന്റെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്?
ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു വില്യം പിറ്റ്സ്. അദ്ദേഹം പാസ്സാക്കിയ ആക്ട് ആണ്. അതുകൊണ്ടാണ് പിറ്റ്സിന്റെ ആക്ട് എന്ന് പറയുന്നത്. എന്തിനാണ് 1784 അടുത്ത ആക്ട് വരുന്നത്? റെഗുലേഷൻ ആക്ടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റ്സിന്റെ ആക്ട് വരുന്നത്. അതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ 1793 അടുത്ത പ്രധാനപ്പെട്ട ആക്ട് വരുന്നു. ഇതിനെ വിളിക്കുന്നത് ചാർട്ടർ ആക്ട് എന്നാണ്. ഇത് ഒരു സീരീസ് ഓഫ് ആക്ട് ആണ്. ഇത് പഠിക്കാൻ ഒരു എളുപ്പമുണ്ട്. 1793 ആദ്യത്തെ ആക്ട്, 1813 രണ്ടാമത്തെ ആക്ട്, 1833 അടുത്ത ആക്ട്, 1853 അടുത്ത ആക്ട്. ഇത് മുഴുവൻ ഒരുമിച്ച് പഠിച്ചാൽ മതി. നോക്കൂ, 20 വർഷം. 1793 ശേഷം 20 വർഷം കഴിഞ്ഞിട്ട് 1813, 1813 ശേഷം 20 വർഷം കഴിഞ്ഞിട്ട് 1833, 1833 ശേഷം 20 വർഷം കഴിഞ്ഞിട്ട് 1853. ഇത് മുഴുവൻ എന്താണ്? ചാർട്ടർ ആക്ട്. ഇതിനകത്ത് അവസാനത്തെ ആക്ട് 1853 ചാർട്ടർ ആക്ട്. ഈ ഭാഗം ക്ലിയർ ആണല്ലോ? കമ്പനി റൂളിൽ ഇത്രയും ആക്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. 1773 റെഗുലേഷൻ ആക്ട്, അത് നിങ്ങൾക്ക് അറിയാം എന്താണ് റെഗുലേഷൻ ആക്ട്. 784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, പിന്നെ 793 തുടങ്ങിയിട്ട് 20 വർഷം കൂടിയിട്ട് 853 വരുന്ന ചാർട്ടർ ആക്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 1858 എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ആക്ട് വരുന്നത്. ആ ഒരു ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി റൂളിൽ നിന്നും ക്രൗൺ റൂളിലേക്ക്, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് ഇന്ത്യൻ പ്രദേശങ്ങൾ മാറുന്നത്. അതിനുശേഷം 1858 മുതൽ 1947 വരെയുള്ള ഇൻഡിപെൻഡന്റ് ആക്ട് വരെയുള്ള ആക്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കുറച്ചധികം ആക്ടുകൾ നമ്മൾ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് 1909 കൗൺസിൽ ആക്ട്, 1919 ആക്ട്, 1935 ആക്ട്, പിന്നെ വലിയ ചില മാറ്റങ്ങൾ വരുന്ന ചെറിയ 2-3 ആക്ടുകൾ, അതും കൂടെ നമ്മൾ പറയും. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. എന്താണ് നമ്മൾ പഠിക്കുന്നതെന്നും എന്തൊക്കെ ആക്ടുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്നും ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓരോ ആക്ടിലും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് നോട്ട് എഴുതി പോയാൽ വളരെ എളുപ്പം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ആക്ടിലേക്ക് പോവാം. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഞാൻ നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ അഴിമതി നടക്കുന്നു. ഇന്ത്യയിൽ വലിയ ക്ഷാമവും കാര്യങ്ങളും വരുന്നു. ഇന്ത്യൻ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാവുന്നു. ഇതൊക്കെ കാണുന്ന, അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെൽത്ത് അക്വയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥര് കാട്ടിക്കൂട്ടലുകള്, അതൊക്കെ കണ്ടിട്ടാണ് 1773 ബ്രിട്ടീഷ് പാർലമെന്റ് ഈ കമ്പനിയുടെ മേൽ, ഇതിന്റെ ഭരണത്തിന്മേൽ ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്നുള്ളത് രീതിയിൽ 1773 റെഗുലേഷൻ ആക്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്തുണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറ്റുന്നു. അപ്പൊ ബംഗാളാണ് ബ്രിട്ടീഷുകാർ ആദ്യം കീഴടക്കിയ പ്രദേശം. അതുപോലെ തന്നെ അവരുടെ ശക്തി കേന്ദ്രം അവിടെയാണെന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്ക് അവരവരുടെ ശക്തി അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും ബംഗാൾ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഓഫ് ബംഗാളിനെ എന്താക്കി മാറ്റുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറ്റി ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ. ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നു. അത് മാത്രമല്ല, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ, 4 മെമ്പറുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാണ് ഈ ഗവർണർ ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗവർണർ ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെമ്പറുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കുന്നു. അടുത്തത്
അങ്ങനെ ഉണ്ടാക്കിയ ഫസ്റ്റ് ഗവർണർ ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ വാറൻ ഹേസ്റ്റിങ്സ് തന്നെയായിരുന്നു. ഓക്കെ, വാറൻ ഹേസ്റ്റിങ്ങിനെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഗവർണർ ഓഫ് ബംഗാൾ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ വാറൻ ഹേസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ആക്ടിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും കൂടെ പറയും. അത് വ്യത്യാസമാണ്. ദെൻ ബോംബെ മദ്രാസ് പ്രസിഡൻസീസ് ഉണ്ടല്ലോ. ആ ബോംബെ മദ്രാസ് പ്രസിഡൻസീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ അധീനതയിൽ അണ്ടറിലാക്കി സബോർഡിനേറ്റ് ആയിട്ട് മാറ്റുന്നു. അതുവരെ ബോംബെയിലെയും അതുപോലെ തന്നെ മദ്രാസിലെയും എല്ലാം ഗവർണർക്കും തുല്യ പദവിയാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇവരുടെ കീഴിലാക്കി മാറ്റുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിലായി ആര്? ഗവർണർ ഓഫ് മദ്രാസും ഗവർണർ ഓഫ് ബോംബെയും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട മാറ്റം കൽക്കട്ടയിൽ 1774 ആദ്യമായിട്ടൊരു സുപ്രീം കോർട്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 1774 കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് രൂപീകരിക്കുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 1774 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജസുമായിട്ട് 1+3 ഫോർമുലയിൽ എന്ത് ചെയ്യുന്നു? ഒരു സുപ്രീം കോർട്ട് കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇനി അടുത്തത്, ഇറ്റ് പ്രോഹിബിറ്റഡ് കമ്പനി സെർവൻസ് ഫ്രം എൻഗേജിങ് പ്രൈവറ്റ് ട്രേഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, വലിയ രീതിയിൽ അഴിമതിയും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥര് പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ പ്രസൻസോ ബ്രൈബോ നേറ്റീവ്സിൽ നിന്നും കൈപ്പറ്റാൻ പാടില്ല എന്നുള്ള ഒരു റൂളിങ്ങും കൂടെ വെക്കുകയാണ്. കാരണം വലിയ രീതിയിൽ അഴിമതിയൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ റെഗുലേറ്റിംഗ് ആക്ടിന്റെ കൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ മണ്ണിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ഗവർണർ ജനറൽ എന്നൊരു പുതിയ ഡെസിഗ്നേഷൻ കൊടുക്കുന്നു. വാറൻ ഹേസ്റ്റിംഗ് ആണ് അത് ആദ്യമായത്. പിന്നെ ബാക്കി 2 പ്രസിഡൻസിനെയും ഇതിന്റെ അണ്ടറിലേക്ക് ആക്കുന്നു. അത് പിന്നീട് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുന്നത് അടുത്ത ആക്ടിലാണ്, നമ്മൾ അവിടെ പറയും. പിന്നെ ഒരു സുപ്രീം കോർട്ട്, കൽക്കട്ടയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു 1774. അതിന്റെ സ്ട്രക്ചറും പറഞ്ഞു. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സെർവൻസ് പ്രസൻസോ അല്ലെങ്കിൽ മറ്റ് ബ്രൈബോ കൈക്കൂലിയോ നേറ്റീവ്സിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു വെക്കുന്നു. ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ടിലെ പ്രധാനപ്പെട്ട ഭാഗം. റെഗുലേറ്റിംഗ് ആക്ട് ക്ലിയർ ആണല്ലോ. ഇത് എന്തൊക്കെയാണ്? ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം? ഇങ്ങനെ ഓർത്താൽ മതി. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രണമാണ്. ഈ നിയന്ത്രണം എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മാറ്റം അതും ഓർത്ത് വെക്കാം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം നമുക്ക് അടുത്ത ആക്ട്. അടുത്ത ആക്ട് എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് അല്ലെ. ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഈ വാറൻ ഹേസ്റ്റിങ്സിൽ ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വില്യം പിറ്റ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ റെഗുലേറ്റിംഗ് ആക്ട് വലിയ വിജയമല്ലാത്തത് പുതിയ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്താൻ ഗവർണർ ജനറലിന്റെ മേലും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലും പുതിയ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്താൻ കാരണമായി. വാറൻ ഹേസ്റ്റിംഗിന്റെ പ്രവർത്തനത്തിലും ഇദ്ദേഹം വലിയ രീതിയിൽ തൃപ്തനായിരുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഇറ്റ് മെയ്ഡ് ക്ലിയർ എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് കമ്പനി. കൃത്യമായിട്ട് അതുവരെ കുറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ കമ്പനി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് പിറ്റ്സിന്റെ ആക്ട് എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ എന്നും പൊളിറ്റിക്കൽ എന്നും 2 രീതിയിൽ ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വാസ് അലൗഡ് ടു മാനേജ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് വൈൽ ന്യൂ ബോഡി കോൾഡ് ബോർഡ് ഓഫ് കൺട്രോൾ. ഇപ്പൊ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പുതിയ ബോഡി ഉണ്ടാക്കുന്നു. അവരാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഡബിൾ ഗവൺമെന്റ് ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഒരു കൈൻഡ് ഓഫ് 2 ഡബിൾ ഗവൺമെന്റ് ഭരണമാണ് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കോർട്ടാണ്. കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അവര് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് നോക്കിക്കോട്ടെ, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കട്ടെ എന്നുള്ള രീതിയിൽ
എന്ത് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ എന്നും പൊളിറ്റിക്കൽ ഫംഗ്ഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ കാര്യം ഓക്കെ ആണോ? ഇനി രണ്ടാമത്തത്, ഇറ്റ് empowered the board of control to supervise and direct all civil, military and revenue operations of the British possession. അപ്പൊ ഈ ബോർഡ് ഓഫ് കൺട്രോളിന് നമ്മളിപ്പോ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ബോർഡ് ഓഫ് കൺട്രോളിനെ സിവിൽ, മിലിറ്ററി, റവന്യൂ ഓപ്പറേഷൻസ് കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. എന്ത് ചെയ്തു, കൂടുതൽ കൺട്രോൾ വരികയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിൻ്റെത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ എളുപ്പം കിട്ടും. കൊമേഴ്ഷ്യലും പൊളിറ്റിക്കൽ ഫംഗ്ഷൻ എന്നും ഡിവൈഡ് ചെയ്തു. കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ ആർക്ക് കൊടുത്തു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുത്തു. പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് കൺട്രോളിന് കൊടുത്തു. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അടുത്തത് ഒരു സീരീസ് ഓഫ് ആക്ട്. നമ്മൾ പറഞ്ഞു സീരീസ് ഓഫ് ആക്ട് ഇവിടെ തുടങ്ങുകയാണ്. 1793, 1813, 1833, 1853. ഇത് മറക്കില്ലല്ലോ എന്തായാലും. നമ്മൾ എന്തൊക്കെയാണ് ചാർട്ടർ ആക്ട്, ഏതൊക്കെ വർഷമാണെന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 20 വർഷം വെച്ച് കൂട്ടി പോയാൽ മതി. 20 വർഷം കൂടുമ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വേണമോ എന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പം ചാർട്ടർ ആക്ട് 1793, അതിനകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റം എന്ന് നോക്കാം. ആദ്യമായിട്ട്, ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ലൈഫ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ചാർട്ടർ ഫോർ അനദർ 20 years. ചാർട്ടർ ആക്ടിൽ ഓരോ ഇതിനകത്തും 20 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ കാര്യങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടിന്യൂ ദ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ഗവൺമെന്റ് ഉണ്ടല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും. ആ ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അടുത്തത്, ഇറ്റ് അലൗഡ് ഗവർണർ ജനറൽസ് ക്രിയേറ്റ് കൺട്രോൾ ഓവർ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ റെഗുലേറ്റിംഗ് ആക്ടില് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അല്ല, ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. മദ്രാസ്, ബോംബെ പ്രസിഡൻസ് അതിന്റെ കീഴിലാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അതുവരെ ഈക്വൽ ആയിരുന്ന ആൾക്കാര് പെട്ടെന്ന് ഒരു ഹൈറാർക്കി വരുമ്പം അത് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. വാറൻ ഹേസ്റ്റിങ്സിനും അത് വലിയ രീതിയിൽ പ്രശ്നമൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് മറ്റ് പ്രൊവിൻഷ്യൽസിലെ ഗവർണേഴ്സിന്റെ മേലെ കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയാണ് ഈ ഒരു ആക്ടിലൂടെ ചെയ്യുന്നത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തു എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇറ്റ് ഫിക്സ് ദ സാലറീസ് ഓഫ് ഗവർണർ ജനറൽ ആൻഡ് അതർ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം, ഗവർണർ ജനറൽ ആയാലും ബോർഡ് ഓഫ് കൺട്രോൾ ആയാലും, അവരുടെ എല്ലാം സാലറീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് കൊടുക്കാൻ, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് കൊടുക്കാൻ തീരുമാനമായി. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവിടെ നിന്നുള്ള പൊസഷൻ നിന്നല്ല, ഇന്ത്യൻ റവന്യൂ, അവിടെ നിന്നുള്ള റവന്യൂവിൽ നിന്നായിട്ട് ഇവരുടെ എല്ലാം സാലറി കൊടുക്കാനും ചാർട്ടർ ആക്ട് 1793 പറയുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം അടുത്ത ചാർട്ടർ ആക്ടിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളത്. 1793 ആക്ട് ക്ലിയർ അല്ലേ? അടുത്ത ആക്ട് 1813 ആക്ടാണ്. ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം കൗൺസിലിലെ മെമ്പർഷിപ്പ് കൂട്ടുന്നത്, അതിനകത്തൊന്നും നമ്മൾ പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ചാർട്ടർ ആക്ട് 813. ഇറ്റ് അബോളിഷ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷ് ക്രൗണ് കൽപ്പിച്ചു കൊടുത്തൊരു അധികാരം ഉണ്ടായിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡില് മോണോപ്പൊളി, വേറൊരു മറ്റ് പ്രൈവറ്റ് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇത് നമ്മൾ പറഞ്ഞു. മറ്റ് പ്രൈവറ്റ് കമ്പനികൾ ഒന്നും ഇടപെടാൻ പാടില്ല. ബ്രിട്ടനിലെ മറ്റ് പ്രൈവറ്റ് കമ്പനികൾ ഒന്നും ഇടപെടാൻ പാടില്ല. അതിനകത്തുള്ള മോണോപ്പൊളി, കുത്തക എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു അതുവരെ. പക്ഷെ അത് 1813 എത്തുമ്പോഴോ അത് അബോളിഷ് ചെയ്യാണ്. 1813 എത്തുമ്പോൾ ആ മോണോപ്പൊളി, ആ കുത്തക അവകാശം എന്ന് പറയുന്നത് ഇല്ലാതാക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ അവിടെ ടീയുടെ കാര്യത്തിൽ, ചായ
അതുപോലെ തന്നെ ട്രേഡ് വിത്ത് ചൈന. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രം അവർക്ക് മോണോപ്പൊളി കൊടുക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും മറ്റ് പ്രൈവറ്റ് കമ്പനീസിനും ഇൻഡിവിജ്വൽസിനും ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്താം എന്ന് പറഞ്ഞു വെക്കുന്ന ആക്ടാണ് 1813 ആക്ട്. പക്ഷെ ടീയുടെ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ കുത്തക അല്ലെങ്കിൽ മോണോപ്പൊളി തുടരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം, ടീ എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര സംഗതിയാണ്, അല്ലെ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ ആ ഒരു കുത്തക അവകാശം, മോണോപ്പൊളി അവർക്ക് തന്നെ നിലനിർത്തുകയും ബാക്കി സാധന സാമഗ്രികൾ വ്യാപാരം ചെയ്യുന്നതിൽ മറ്റ് കമ്പനീസിനും പ്രൈവറ്റ് പാർട്ടീസിനും ഇൻഡിവിജ്വൽസിനും കച്ചവടം ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. ഒന്നാമത്തത്, ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യയിലേക്ക് വരികയും പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് ഈ ആക്ടോട് കൂടിയാണ്. അപ്പൊ ഈ ആക്ടിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ മിഷണറീസ് ഇന്ത്യയിലേക്ക് വരികയും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ. ആദ്യമായിട്ട് അത് നടത്തുന്നത് കൽക്കത്തയിലാണ്. കൽക്കത്തയിലാണ് ആദ്യമായിട്ട് വരുന്നതും പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും. അപ്പൊ അതിനുശേഷം നമുക്കറിയാം, ഇതിന്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ യൂറോപ്യൻ മിഷണറീസ് ഈ എഡ്യൂക്കേഷണൽ ചരിത്രത്തിലും മറ്റ് ചരിത്രത്തിലൊക്കെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇതിന്റെ തുടക്കം, യൂറോപ്യൻ മിഷണറീസിന്റെ തുടക്കം എന്ന് പറയുന്നത് 1813 ചാർട്ടർ ആക്ടിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. Then it provided for the spread of western education. അപ്പൊ ഈ യൂറോപ്യൻ മിഷണറീസ് വന്നതോടുകൂടെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും കൂടെ വരുന്നുണ്ട്. ആദ്യം അത് കൊടുക്കുന്നത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കമ്പനി പ്രതിനിധികളും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പിന്നീടാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ട്രേഡ് മോണോപ്പൊളി, തേയിലയിൽ ഒഴികെയുള്ള ട്രേഡ് മോണോപ്പൊളി ഇല്ലാണ്ടാക്കി. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നു. അതിന്റെ കൂടെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ട് വരുന്നു. 1813 ചാർട്ടർ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല? 1813 ക്ലിയർ അല്ലേ? അടുത്ത ആക്ടിലേക്ക് പോവാം. 1833 അടുത്ത ആക്ട്, ചാർട്ടർ ആക്ട് 1833. 20 വർഷം കഴിയുന്നു, അടുത്ത റിവിഷൻ ഉണ്ടാവുന്നു. ഇറ്റ് ഡെസിഗ്നേറ്റഡ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. നോക്കിയേ, ഇത് ഓർത്ത് വെക്കണേ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ്, ഗവർണർ ഓഫ് ബംഗാളിനെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. ഓക്കെ, ഗവർണർ ഓഫ് ബംഗാളിനെ എന്താക്കി മാറ്റി? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. ഇപ്പൊ അതെന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. ആ മാറ്റം ഓർത്ത് വെക്കണം. 1833 ആക്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റുന്നത്. അങ്ങനെ മാറ്റപ്പെട്ട ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വില്യം ബെന്റിക് ആണ്. ലോർഡ് വില്യം ബെന്റിക്. വില്യം ബെന്റിക് പ്രഭുവാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, വില്യം ബെന്റിക് കുറച്ചുകൂടെ ഒരു ലിബറൽ ചിന്താഗതി ഉണ്ടായിരുന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്ടിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. നോക്കാം എന്തൊക്കെയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൺ എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്നു. ലെജിസ്ലേറ്റീവ് പവേഴ്സ്, എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇനി അത് മാത്രമല്ല, ഇറ്റ് എൻഡഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായിട്ട് മാറ്റി? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട്, ഒരു പ്യുവർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറ്റുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാറ്റുന്നത് 1833 ചാർട്ടർ ആക്ട് നിന്നാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ ഇറ്റ് അറ്റംപ്റ്റഡ് ടു ഇൻട്രൊഡ്യൂസ് ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ ദ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ്. ഇപ്പൊ സിവിൽ സർവൻസ്, ഇന്ത്യയിലെ സിവിൽ സർവൻസിന്റെ സെലക്ഷൻ ഒരു ഓപ്പൺ കോമ്പറ്റീഷനിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. അറ്റംപ്റ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ എതിർപ്പ് പ്രകാരം
ഇത് നടപ്പിലാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഞാൻ പറഞ്ഞു വില്യം ബെന്റിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലിബറൽ ചിന്താഗതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എന്താവാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ സർവന്റ് ആവാം എന്നുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഒരു ഓപ്പൺ കോമ്പറ്റീഷനിലൂടെ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് എതിർത്തത് കൊണ്ട് തന്നെ അത് നടപ്പിലാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ചാർട്ടർ ആക്ട് നമ്മൾ എങ്ങനെ പഠിക്കും? 1833 ചാർട്ടർ ആക്ട് ഫസ്റ്റ് പഠിക്കേണ്ടത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അത് ലോർഡ് വില്യം ബെന്റിക് ആണെന്ന് പഠിക്കുക. ലോർഡ് വില്യം ബെന്റിക് ഒരു ലിബറൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടും അല്ലെ? പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ ഒരു കൊമേഴ്ഷ്യൽ ബോഡി എന്നതിൽ നിന്ന് മാറ്റിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആക്കി എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ചാർട്ടർ ആക്ട് 833. ക്ലിയർ ആണേ? അടുത്തതിലേക്ക് പോവാം. അടുത്ത ആക്ട് ഈ ഒരു സീരീസിലെ ചാർട്ടർ ആക്ട് സീരീസിലെ അവസാനത്തെ ആക്ട് ആണ് 1853 ചാർട്ടർ ആക്ട്. ഓക്കെ, ചാർട്ടർ ആക്ട് സീരീസിലെ 1793 തൊട്ട് 1853 വരെയുള്ള ആക്ടുകളിൽ അവസാനത്തെ ആക്ട് ആണ് ഇത് 1853 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഇറ്റ് സെപ്പറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. ഗവർണർ ജനറലിന്റെ കൗൺസിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഗവർണർ ജനറൽക്ക് ഒരു കൗൺസിൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഗവർണർ ജനറലിനെ ഭരണകാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു കൗൺസിൽ ഉണ്ടാക്കിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഒരു കൗൺസിലിന്റെ ഭരണത്തിൽ നിന്ന് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതായത് നിയമനിർമ്മാണ പവേഴ്സ് എന്നും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് ഇവിടെ പറയുമ്പോൾ മനസ്സിലാവും. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ സെപ്പറേറ്റ് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടാക്കുന്നു. ഈ ബോഡിക്കാണ് എന്ത്? ലെജിസ്ലേറ്റീവ് പവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് പിന്നീട് ഇന്ത്യൻ സെൻട്രൽ എന്ന് പറയണ്ട, സെൻട്രൽ ബ്രാക്കറ്റിലുള്ള ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒരു എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു സീരീസ് ഓഫ് ആക്ടിൽ പറയുന്നുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. ഇതാണ് പിന്നീട് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സെൻട്രലിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് കൊടുക്കുന്നു? ലോക്കൽ റെപ്രസെന്റേഷൻ, ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് ഇതിനകത്തേക്ക് റെപ്രസെന്റേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ആക്ട് 1853. പിന്നെ വേറൊരു കാര്യം, ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ ദ സിസ്റ്റം ഓഫ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പൺ കോമ്പറ്റീഷൻ നേരത്തെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ. സിവിൽ സർവീസിന്റെ സെലക്ഷന് വേണ്ടിയിട്ടും റിക്രൂട്ട്മെന്റിനായിട്ടും ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നു. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഒന്നാമത് നമ്മൾ എന്ത് ഓർക്കുക? ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നും എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? പവേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് തിങ്. അടുത്തതാണ് എന്ത്? ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലോക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നു, സിവിൽ സർവീസിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ഇനാബിൾ ചെയ്യുന്നു. ഇത്രയുമാണ് 1853 ആക്ടിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് ആക്ടിലെ അവസാനത്തെ ആക്ട് ആണ് 1853 ആക്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നമ്മൾ പറഞ്ഞത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് 1773 മുതൽ 1947 വരെയുള്ള ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടുകളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് കമ്പനി റൂള്, ഒന്ന് ക്രൗൺ റൂള്. അപ്പൊ കമ്പനി റൂളിലുള്ള ഇത്രയും ആക്ടുകളാണ് നമ്മളിപ്പോ ഇവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത്. 1773 റെഗുലേഷൻ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, പിന്നെ 1793 മുതൽ 1853 വരെയുള്ള സീരീസ് ഓഫ് ചാർട്ടർ ആക്ട്. അപ്പൊ ഇതിനകത്ത് ഓരോന്നും എന്താണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. കാര്യങ്ങൾ കൃത്യമാണോ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? കമ്പനി റൂളിന്റെ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, ഓരോ ആക്ടിലൂടെയും എന്തൊക്കെ മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ക്രൗൺ റൂൾ പഠിക്കും. അതിന്റെ മുന്നേ എന്താണ് ഈ 1853 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറയും. അതിനുശേഷമാണ്
എന്ത് ചെയ്തത്, ബ്രിട്ടൻ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിൽ കാര്യമായ മാറ്റം വരുത്തണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം നമ്മൾ നേരിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഗ്രൗണ്ട് റൂൾ വരുന്നതും അതിന്റെ ആക്ടുകൾ പറയും. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടക്കും. അതിന്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞ് പിന്നീട് ഭരണഘടനയിലേക്ക് കടന്നു. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിച്ചെടുക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ സെക്ഷൻ, ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഈ ഒരു എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.